ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ നെക്സ്റ്റ് സെക്ഷൻ ആണ്. നമ്മൾ ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 31 ആണ്. നമ്മൾ 30 അപ് ടു 30 വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 31, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഇതിൽ ആർക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ഹൈ ആയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു എലോങ് ദ പീരീഡിലോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുമെന്ന് കണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ പീരീഡിലോട്ട് പോകുന്ന കേസിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആരാണ്? ഫ്ലൂറിൻ ആണ് അല്ലെ. ഫോസ്ഫറസ്, സൾഫർ അതൊക്കെ തൊട്ട് അതിനേക്കാളൊക്കെ തൊട്ട് നമ്മൾ പീരീഡിൽ ലാസ്റ്റ് വരുന്നത് ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പോ അതിൽ ഫ്ലൂറിൻ ആണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. അതിന്റെ റീസൺ എന്താണ്? എലോങ് ദ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Atomic radius is the distance between the center of the nucleus to the outermost shell of the atom. Explain the variation of atomic radius along groups and periods in modern periodic table. Okay, atomic radius എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസ് തൊട്ട് നമ്മുടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതിൽ അറ്റോമിക് റേഡിയസിന്റെ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക along the group and also in the periods. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞതാണ് ഇതാണ് നമ്മുടെ അറ്റോമിക് റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇതിന്റെ സെൻട്രൽ ന്യൂക്ലിയസ് പാർട്ട് തൊട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വരെയുള്ള ഡിസ്റ്റൻസിലാണ് പറയുക. ഇതിൽ ഗ്രൂപ്പിലോട്ട് ഗ്രൂപ്പിലോട്ട് പോകുന്തോറും അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അതിന് റീസൺ എന്താ? അവിടെ നമ്മൾ പുതിയ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ഷെല്ലിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം 2 ഷെല്ല് ഉള്ളായിരുന്നുവെങ്കിൽ നെക്സ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ 3rd ഷെൽ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുവാണ് ഗ്രൂപ്പിൽ നടക്കുക. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഈ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ തമ്മിലുള്ള ദൂരം എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതുപോലെ ഇവിടുത്തെ ഷീൽഡിംഗ് എഫക്റ്റ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പൊ ഈ ഔട്ടർ ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയസ് നല്ലപോലെ മറഞ്ഞു നിൽക്കും ആ ഒരു ഷീൽഡിംഗ് എഫക്റ്റ് കാരണം. ദെൻ അവിടുത്തെ വേറൊരു റീസൺ പറയുവാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അവർ നമ്മുടെ അട്രാക്ഷൻ ന്യൂക്ലിയസ് ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നു. സോ ന്യൂക്ലിയസ് ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ എലോങ് ദ പീരീഡ് നോക്കുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഇനി നമ്മൾ നെക്സ്റ്റ് കേസ് എലോങ് ദ പീരീഡിലോട്ട് നോക്കുന്തോറും അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ആണ്. അതിന്റെ റീസൺ എന്താണ്? പീരീഡിലോട്ട് പോകുന്തോറും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും അവിടുത്തെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് 2 എല്ലാം ഒരേ ഷെല്ലിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഇലക്ട്രോണും എല്ലാ ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ്? ഹൈ ആണ്. അതുപോലെ പെനട്രേഷൻ എഫക്ട് നമ്മുടെ ഷീൽഡിംഗ് എഫക്റ്റിന് ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഷീൽഡ് ആണെങ്കിൽ ഇന്നർ പുതിയ ഓർബിറ്റൽസുകൾ വരണം. പക്ഷെ ഇവിടെ ഇന്നർ ഓർബിറ്റൽസ് ഔട്ടർ ഓർബിറ്റൽസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഓർബിറ്റൽസ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. സോ ഈ ഒരു കേസിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹൈ ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഷീൽഡിംഗ് എഫക്റ്റ് നെഗ്ലിജിബിൾ ആണ്. ദെൻ ദർ ഈസ് നോ അഡീഷൻ ഓഫ് ന്യൂ ഷെൽസ് ആഡ് ചെയ്യുന്നില്ല. സോ അവർ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ്. അതായത് അവരെ അടുത്തടുത്ത് പിടിക്കും. ഓക്കെ, അതായത് അവരുടെ സൈസ് കുറഞ്ഞു പോകുന്നു എലോങ് ദി പീരീഡ്. ഓക്കെ, down a group atomic size increases due to increase in number of shells and shielding effect. Then along a period atomic radius decreases. This is due to increase in nuclear charge from left to right in a period. Left to right ലോട്ട് പോകുമ്പോൾ അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു ചെറിയ പോർഷനോടെ ടെക്സ്റ്റിലെ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അത് നോക്കിയാൽ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊന്നോട് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ഞാൻ ഒരു സ്പേസിൽ അത് എഴുതി കാണിക്കാം. ഇവിടെ നോക്കാം. ഈ ഒരു സ്പേസിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോളൂ. ഇപ്പോ നമ്മള് പീരിയോഡിസിറ്റി അറ്റോമിക് അയണിക് റേഡിയയിൽ കണ്ടു, അയണൈസേഷൻ എൻതാൽപ്പിയിൽ കണ്ടു, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ കണ്ടു, അതുപോലെ വാലൻസിൽ. ഈ ഒരു കേസിലെല്ലാം നമ്മളൊരു പീരിയോഡിസിറ്റി ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്
പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ആരുമായിട്ടാണ് റിലേറ്റഡ്? നമുക്ക് ഇത്ര നേരം നോക്കിയതിൽ വെച്ച് എന്ത് മനസ്സിലായി? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ? അതായത് എല്ലാ കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം ഏതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? നമ്മുടെ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എലമെന്റ്സും അവരുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. എലമെന്റ്സും അവരുടെ റിയാക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കാൻ പോവാണ്. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് പറയുവാണ്. അറ്റോമിക് അയണിക് റേഡിയം എന്ന് പറയുന്നത് പീരിയഡിലോട്ട് പോകുന്തോറും എന്താ അറ്റോമിക്കും അയണിക് റേഡിയം ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ അയണൈസേഷൻ എന്താൽപി പീരിയഡിലോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി പീരിയഡിലോട്ട് പോകുന്തോറും എന്താ മോർ നെഗറ്റീവ് ആവുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനൊക്കെ പറയുമ്പോൾ അതിന്റെ മീനിങ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഫസ്റ്റ് കിടക്കുന്നതും ഈ എക്സ്ട്രീം ലാസ്റ്റിലോട്ട് പോകുന്ന ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 18 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതൊരു നോബിൾ ഗ്യാസ് ആണ്. അവരെ റിയാക്റ്റീവ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമല്ല. ദേ ആർ നോട്ട് റിയാക്റ്റീവ്, ദേ ആർ ഇനേർട്ട്, ലബൈൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോറി, ഇനേർട്ട് എന്ന് പറയാൻ പറ്റും. ലബൈൽ എന്ന് വെച്ചാൽ റിയാക്റ്റീവ് ആയിട്ടുള്ളവരെ പറയുന്നതാണ്. ഇനേർട്ട് എന്ന് വെച്ചാൽ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാതെ നിൽക്കുന്നവരാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് 17ന്റെ കാര്യം നോക്കിയാൽ മതി. 18 ഇവിടെ കൺസിഡർ ചെയ്യേണ്ട, അവര് റിയാക്റ്റീവ് അല്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 17ലും അല്ലെ എപ്പോഴും ഒരു എക്സ്ട്രീം കണ്ടീഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക. അതായത് നമ്മുടെ അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 എലമെന്റ്സിനാണ് തീരെ ലീസ്റ്റ് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പ് 1നാണ് നമ്മുടെ അയണൈസേഷൻ എന്താൽപി ലീസ്റ്റ് അല്ലെ. സോഡിയത്തിന് ഒക്കെ ആണെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ലോസ് ചെയ്യാൻ എളുപ്പമാണ്, കുറച്ച് എനർജി കൊടുത്താൽ മതി. ഇനി അതുപോലെ നമ്മള് എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് പറയുന്നത് മോർ നെഗറ്റീവ് ആർക്കാണ്? ഗ്രൂപ്പ് 17നായിരുന്നു മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഉള്ളത്. കാരണം എന്താണ്? അവർക്ക് ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താൽ അവർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. അപ്പൊ അവർക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലാണ്. അപ്പൊ കുറച്ച് എനർജി കൊടുത്താൽ മതി, അവർ വേഗം ആഡ് ചെയ്തോളും. അതായത് ദേ ആർ മോർ നെഗറ്റീവ് ആണ്. അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് പറയുന്നത് മോർ നെഗറ്റീവ് ആണ്. അത് ഗ്രൂപ്പ് 17ലാണ്. അപ്പോ അതായത് എക്സ്ട്രീം റൈറ്റിലാണ് എക്സ്ട്രീം ലെഫ്റ്റിലുമാണ് ഈ റിയാക്ടിവിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് ഹയർ റിയാക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യാൻ കഴിയുക. എക്സ്ട്രീം ലെഫ്റ്റിലും അതുപോലെ എക്സ്ട്രീം റൈറ്റിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈ കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ 2 എക്സ്ട്രീംസ് ആൻഡ് ലോവസ്റ്റ് ഇൻ ദ മിഡിൽ. ഈ മിഡിൽ പോർഷനിൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയമേ ഉള്ളൂ അല്ലെ. സെന്ററിൽ എന്താണ്? മീഡിയം ആണ്, കൂടുതലുമല്ല കുറവുമല്ല. ആ ഒരു കേസാണ് സെന്ററിൽ വരിക. അപ്പോൾ എക്സ്ട്രീംസ് ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് കൂടുതൽ കെമിക്കൽ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുക. സെന്ററിലോട്ട് വരുമ്പോൾ അത് ലോവസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ആൾ ആരാണ്? ഗ്രൂപ്പ് 1 അല്ലേ. ഗ്രൂപ്പ് 1 മെറ്റൽസ് ആണ് എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്. ഗ്രൂപ്പ് 1ലെ മെറ്റൽസ് ആണ് മെറ്റൽസ് ആണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി. ഓക്കെ, ഗ്രൂപ്പ് 1ലെ ആൽക്കലി മെറ്റൽസ് ആണല്ലോ എക്സ്ട്രീം ലെഫ്റ്റിൽ വരിക. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഇലക്ട്രോണെ ലോസ് ചെയ്യാനല്ലേ ടെൻഡൻസി കൂടുതൽ. ഇവർക്ക് ഇലക്ട്രോണെ ലോസ് ചെയ്തിട്ട് ഒരു കാറ്റിയോൺ ആയിട്ട് X+ ഒരു കാറ്റിയോൺ ആയിട്ട് മാറാനുള്ള ടെൻഡൻസിയാണ് ഇവർക്ക് കൂടുതൽ. നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നവർ ഇലക്ട്രോണെ വേഗം ലോസ് ചെയ്യും, എന്നിട്ട് ഒരു കാറ്റിയോൺ ആയിട്ട് മാറും. എന്നാൽ നമ്മൾ ഗ്രൂപ്പ് 17 ആയിട്ടുള്ള ഹാലജൻസിനെ നോക്കാം. എക്സ്ട്രീം റൈറ്റിലുള്ള ഗ്രൂപ്പ് 17 ഹാലജൻസ്, അവരെന്തിനാണ് ട്രൈ ചെയ്യുക? ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുക. ആഡ് ചെയ്തിട്ട് ഒരു ആനിയോൺ ആയിട്ട് മാറാനാണ് അവരുടെ ടെൻഡൻസി കൂടുതൽ. ഓക്കെ, അപ്പോ മെറ്റൽസ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഇലക്ട്രോണെ ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഗ്രൂപ്പ് 17 ആണെങ്കിൽ ഇലക്ട്രോണെ ആഡ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ആണ് അവർക്ക് കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വെച്ച് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നവർക്ക് മെറ്റാലിക് ക്യാരക്ടർ ആണ്, മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നവർക്ക് ഏത് ക്യാരക്ടർ ആണ്? നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്. ദെൻ അതായത് എക്സ്ട്രീം ലെഫ്റ്റിലുള്ളവരല്ലേ ഇവര്? ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ളവരല്ലേ? ആ ലെഫ്റ്റിലുള്ളവർ എന്തായിരിക്കും? മെറ്റാലിക് ആയിരിക്കും. ദെൻ റൈറ്റിലുള്ളവർ ആരായിരിക്കും? നോൺ മെറ്റാലിക് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു പീരിയഡിലോട്ട് പോകും തോറും
മെറ്റാലിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പിന് താഴോട്ട് പോകുന്തോറും മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പില് നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ഒരു കേസ് ഓർത്തു വെക്കുക. ദെൻ നമുക്ക് ഈ ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു റിയാക്ഷൻ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഓക്സിജനുമായിട്ടും അതുപോലെ ഹാലജൻസുമായിട്ടും നമ്മുടെ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും റിയാക്ട് ചെയ്യിക്കുവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഓക്സിജന്റെ കേസ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? മെറ്റൽസിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കും, അതേപോലെ തന്നെ നോൺ മെറ്റൽസിനെയും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കും. എന്നിട്ട് അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കും. ഞാൻ ആദ്യം എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ആളെ എടുക്കുന്നു. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ആൾ ആരാണ്? സോഡിയം എടുക്കുക. സോഡിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയത്തിന് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു, ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതുന്നത് എങ്ങനെയാ? ഓക്സിജന്റെ വാലൻസി സോഡിയത്തിന് കൊടുക്കും, സോഡിയത്തിന്റെ വാലൻസി ഓക്സിജന് കൊടുക്കും. അപ്പൊ Na2O എന്ന് വരും. ഈ Na2O എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ്, ബേസിക് ഓക്സൈഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, മെറ്റൽസ് തരുന്നത് ഏത് ടൈപ്പ് ഓക്സൈഡ്സ് ആയിരിക്കും? ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും. അപ്പോൾ നോൺ മെറ്റൽസ് തരുന്നത് എന്താണ്? അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സോഡിയം തരുന്ന ഓക്സൈഡ് ആണ് Na2O. അതെന്തായിരിക്കും? മെറ്റൽ ആയതുകൊണ്ട് അവർ തരുന്നത് ഒരു ബേസിക് ഓക്സൈഡ് ആണ്. അതായത് എക്സ്ട്രീം ലെഫ്റ്റിൽ ഉള്ളവരെല്ലാം ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും തരിക. ഓക്കെ, നമ്മൾ ഇനി എക്സ്ട്രീം റൈറ്റിലുള്ള ക്ലോറിന്റെ എടുത്തു. ഈ ക്ലോറിനെ ഓക്സിജനുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഓക്സിജന്റേത് 2, ക്ലോറിന്റേത് 7 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയ ഓക്സൈഡ്. ഈ ഓക്സൈഡ് എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് തരുന്നത് എപ്പോഴും അസിഡിക് ഓക്സൈഡ്സ് ആയിരിക്കും, അസിഡിക്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൈറ്റിലുള്ളവർ തരുന്നത്, എക്സ്ട്രീം റൈറ്റിലുള്ളവർ നമുക്ക് തരുന്നത് അസിഡിക് ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി നമ്മള് സെന്ററിലുള്ളവരെ എടുക്കുക. സെന്ററിലുള്ളവര് ആംഫോടെറിക് ആണ്. ആംഫോടെറിക് ഓക്സൈഡ്സ് ആണ് തരിക. ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാല് ബേസിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അവര് അസിഡിക് ആയിട്ട് ബിഹേവ് ചെയ്യും. ദെൻ ആസിഡിന്റെ കൂടെ ആണെങ്കിൽ അവരെന്തായിട്ട് ബിഹേവ് ചെയ്യും? ബേസിക് ആയിട്ട് ബിഹേവ് ചെയ്യും. തലതിരിച്ചാണ് ഇവരുടെ ബിഹേവിയർ. ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത് വിത്ത് ബേസസ് ദേ ബിഹേവ് ആസ് ആസിഡ് ആൻഡ് വിത്ത് ആസിഡ്സ് ദേ ബിഹേവ് ആസ് ബേസസ്. ഓക്കെ, അത് അവരുടെ പ്രോപ്പർട്ടീസ് അവരങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ആണ് ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ സെന്ററിൽ കാണുന്നതാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ അലുമിനിയം എടുക്കുക. അലുമിനിയം അത് Kl2O3, അതൊരു ആംഫോടെറിക് ഓക്സൈഡ് ആണ്. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് CO, നൈട്രജൻ ഓക്സൈഡ് NO, ഇതൊക്കെ ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്. ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ അവർക്ക് അസിഡിക് പ്രോപ്പർട്ടിയും ഇല്ല, ബേസിക് പ്രോപ്പർട്ടിയും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് മെറ്റാലിക്കിന്റെ കേസില്, മെറ്റാലിക് ആണെങ്കിൽ അവര് ബേസിക് ഓക്സൈഡ് തരും. നോൺ മെറ്റൽ ആണെങ്കിൽ അവര് അസിഡിക് ഓക്സൈഡ് തരും. ദെൻ സെന്ററിലുള്ള അലുമിനിയം ഒക്കെ ആണെങ്കിൽ അവര് ആംഫോടെറിക് ആണ്. ആംഫോടെറിക് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് ബേസസ് ദേ ബിഹേവ് ആസ് അസിഡിക് ആൻഡ് വിത്ത് ആസിഡ്സ് ദേ ബിഹേവ് ആസ് ബേസിക്. തലതിരിച്ചു തരും. ദെൻ ന്യൂട്രൽ ആയിട്ടുള്ള എക്സാമ്പിൾ കാർബൺ ഡൈ ഒക്കെ ഓക്സൈഡ്സ്, അവർക്ക് ആസിഡും അല്ല ബേസും അല്ല, ഒരു പ്രോപ്പർട്ടിയും ഇല്ല. ഓക്കെ, അപ്പോ ഈ ഒരു പോയിന്റ് ആണ്, ഈ 4 പോയിന്റ് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എക്സ്ട്രീം ലെഫ്റ്റിൽ ഏറ്റവും കുറവാണ്, എക്സ്ട്രീം റൈറ്റിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ റിയാക്ടിവിറ്റി കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്ട്രീം ലെഫ്റ്റിലും എക്സ്ട്രീം റൈറ്റിലുമാണ്. അതിൽ ഗ്രൂപ്പ് 18 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലാണ്, അതുകൊണ്ട് തന്നെ അവർ റിയാക്ഷനിൽ പങ്കെടുക്കുകയില്ല. അപ്പോൾ രണ്ട് എക്സ്ട്രീംസ് ആയിട്ടാണ് നമുക്ക് രണ്ട് എക്സ്ട്രീംസിലാണ് നമുക്ക് റിയാക്ടിവിറ്റി കൂടുതൽ ഒബ്സർവ് ചെയ്യുക. ദെൻ സെന്ററിൽ എന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ടിവിറ്റി കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദ എക്സ്ട്രീംസ്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് അവർ ഇലക്ട്രോണെ ലോസ് ചെയ്ത് മെറ്റൽസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഗ്രൂപ്പ് 17 ഒക്കെ ആണെങ്കിൽ അവർ ഇലക്ട്രോണെ ആഡ് ചെയ്തിട്ട്
നോൺ മെറ്റൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ഓക്കെ, അപ്പൊ എക്സ്ട്രീം ലെഫ്റ്റിൽ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ്, എക്സ്ട്രീം റൈറ്റിൽ നോൺ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ്. ദെൻ എലോങ് ദ പീരീഡിലോട്ട് പോകുന്നതോറും നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും, മെറ്റാലിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യും. എന്നാൽ ഡൗൺ ദ ഗ്രൂപ്പിലോട്ടാണെങ്കിൽ മെറ്റാലിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നു, നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇവിടെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടി ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ചെയ്തു നോക്കി. അപ്പൊ നമുക്ക് കണ്ടത് രണ്ട് എക്സ്ട്രീംസിലുള്ളവരുമാണ് വേഗം ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്. അതിൽ തന്നെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള മെറ്റൽസ് തരുന്നത് ബേസിക് ഓക്സൈഡും എക്സ്ട്രീം റൈറ്റിലുള്ള നോൺ മെറ്റൽസ് തരുന്നത് അസിഡിക് ഓക്സൈഡും ആണ് നമ്മൾ കണ്ടു. ദെൻ സെന്ററിലുള്ളവർ ആംഫോറ്ററിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ന്യൂട്രൽ ആയിട്ടും ബിഹേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ബൈ എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് വാട്ടർ ദാറ്റ് Na2O is a basic oxide and Cl2O7 is an acidic oxide. അതായത് നമ്മുടെ ഈ Na2O നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു ബേസിക് ഓക്സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ Cl2O7 നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാം? ഈ Cl2O7 ഒരു അസിഡിക് ഓക്സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുവാണ്? Na2O ശരിക്കും എന്താണ്? മെറ്റൽ അല്ലേ? മെറ്റൽ എന്നത് ബേസിക് ഓക്സൈഡ് നമുക്കറിയാം. നമ്മൾ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എഴുതുക എന്നാ പറയുന്നത്. Na2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NaOH കിട്ടും. ഇതെന്താണ്? ഇതൊരു ബേസ് ആണ് അല്ലേ? അപ്പോ ഈ Na2O നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ബേസ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരുടെ Na2O എന്ന് പറയുന്ന ഒരു ബേസിക് ഓക്സൈഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 2NaOH കൊണ്ട് വരും. ഓക്കെ, എങ്കിലേ ബാലൻസ്ഡ് റിയാക്ഷൻ ആവുള്ളൂ. ദെൻ നമ്മൾ Cl2O7 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. Cl2O7 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. HClO4 ഇതൊരു ആസിഡ് ആണ്, ഇതൊരു സ്ട്രോങ് ആസിഡ് ആണ്. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, HClO4 ഒരു സ്ട്രോങ് ആസിഡ് ആണ്. ബാലൻസ് ചെയ്യിക്കാൻ 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു റിയാക്ഷൻ പഠിച്ചു വെക്കാം. Na2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് NaOH കിട്ടി. Cl2O7 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിച്ചപ്പോൾ HClO4. ഈ HClO4 ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NaOH ഒരു സ്ട്രോങ് ബേസും ആണ്. ഓക്കെ, ദെൻ ഇനി നമ്മള് ട്രാൻസിഷൻ മെറ്റൽസിലെ 3D സീരീസ് നോക്കാം. ട്രാൻസിഷൻ മെറ്റൽസിലെ 3D സീരീസ് നോക്കുമ്പോൾ നമ്മള് അറ്റോമിക് റേഡിയസിന്റെ ചേഞ്ച് ഇല്ലേ, അത് ഈ ഒരു ട്രാൻസിഷൻ മെറ്റൽസിൽ വളരെ സ്മോൾ ആയിരിക്കും. അതായത് ഈ 3D 4D 5D അവരുടെ ഒക്കെ അറ്റോമിക് റേഡിയസ് നിയർലി ഈക്വൽ ആണ്. ഓക്കെ, അതായത് അവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഇല്ല. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? എസും പിയും കൂടെ അടങ്ങുന്നതല്ലേ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഇവരുടെ കേസിൽ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ഡിഫറൻസസ് കാണാൻ കഴിയും തൊട്ടടുത്തുള്ള കൺസിക്യൂട്ടീവ് വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ നമ്മൾ 3D 4D 5D ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ അറ്റോമിക് റേഡിയസിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ അയണിക് റേഡിയസിലുള്ള ചേഞ്ച് വളരെ നെഗ്ലിജിബിൾ ആണ്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചേഞ്ച് അവിടെ ഇല്ല. ഓക്കെ, ഇനി ഇതിനേക്കാൾ കുറവാണ്, ഈ 3Dയേക്കാൾ വീണ്ടും കുറവാണ് 4F സീരീസിൽ നമ്മൾ നോക്കുമ്പോൾ. അതായത് ഇന്നർ ട്രാൻസിഷൻ മെറ്റൽസിൽ നോക്കുമ്പോൾ ഈ അറ്റോമിക് റേഡിയസിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 3Dയേക്കാളും 3D സീരീസിനേക്കാളും കുറവായിരിക്കും. അതായത് അവരൊക്കെ നിയർലി സിമിലർ ആയിരിക്കും. അവർ തൊട്ടടുത്തുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് റേഡിയസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേർക്കും കൂടുതൽ സിമിലർ വാല്യൂസ് ആയിരിക്കും കാണുക. ഓക്കെ, ദെൻ ഇവരുടെ നമ്മൾ റേഡിയസിന്റെ കാര്യം പറഞ്ഞത്. ഇനി ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് എന്ന് പറയുന്നത് എസിന്റെയും പിയുടെയും ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ എന്തെന്ന് പറയാൻ പറ്റും? ഈ എസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നവര് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുമല്ല, ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് ദാൻ ഗ്രൂപ്പ് 1 and 2. ഈ എസ് എന്ന് പറയുന്നത് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, പക്ഷെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ അവരുടെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ആ അറ്റോമിക് റേഡിയസിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ദെൻ ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ മെറ്റാലിക് പ്രോപ്പർട്ടിയും നോൺ മെറ്റാലിക് പ്രോപ്പർട്ടിയും നോക്കുവാണെങ്കിൽ
നമ്മള് നോർമൽ S&Pയുടെ കേസിൽ പറഞ്ഞ എന്താണ്, അവരുടെ അറ്റോമിക്കും അയണിക് റേഡിയസും അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അലോങ് ദ പീരീഡിലോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ അയണൈസേഷൻ എന്താൽപി ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ പീരീഡിലോട്ട് പോകുന്തോറും എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി മോർ നെഗറ്റീവ് ആവുന്നു. മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ ഈ ഒരു ട്രെൻഡ് എല്ലാം എന്താ റിവേഴ്സ് ഓർഡറിലായിരിക്കും. ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് അവരുടെ അറ്റോമിക് സൈസും അയണൈസേഷൻ എന്താൽപി ഒക്കെ വെച്ച് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് നോട്ട് ദാറ്റ് മച്ച് ഒബ്സർവബിൾ, നമുക്ക് അത്ര ഒബ്സർവബിൾ ആയിട്ടുള്ള ചേഞ്ച് അല്ല അവര് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ച് നമ്മുടെ ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സെക്ഷൻ. ആ സെക്ഷൻ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഡിസ്കസ്, ഓക്കെ ഇതാ Na2O-യും H2O-യും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്താ കിട്ടുന്നത്, NaOH Cl2O7-ഉം H2-യും റിയാക്ട് ചെയ്യുമ്പോൾ HClO4. ഓക്കെ, കണ്ടതല്ലേ? ഇനി ഇവരുടെ ഓക്സൈഡ്സിന്റെ നേച്ചർ പറയുക. Na2O എന്ന് പറയുന്നത് മെറ്റൽ ആണ്. മെറ്റാലിക് ഓക്സൈഡ് എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ദെൻ Cl2O7 നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്തായിരിക്കും, ആസിഡിക് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. റീസൺ പറയുക. അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു, സ്ക്രീനിങ് എഫക്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഓഫ് ഫ്ലൂറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. പലതവണ റിപ്പീറ്റ് ചെയ്തതാണ്. ഫ്ലൂറിന്റെ കേസിൽ 2p ഷെല്ലാണ്, എന്നാൽ ക്ലോറിന്റെ കേസിൽ അത് 3p ഷെല്ലിലോട്ടാണ് ആഡ് ചെയ്യുക. ഓക്കെ, 3 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലുതാണ്, റിപ്പൾഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് അവരിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിയുടെ വാല്യൂ കുറവാണ്. Then, depending upon the type of atomic orbital being filled with electrons, the elements are classified into 4 blocks. Name the 4 blocks. ഏതാ S, P, D, A, block. Then state the modern periodic law. Okay, periodic function are the properties of their atomic number. Okay, അതാണ് modern periodic law. Then give any 2 properties of transition elements. Transition elements ന്റെ properties എന്തായിരുന്നു, അവർ colored ions തരും. Then എന്താ, catalyst ആയിട്ട് യൂസ് ചെയ്യാം, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. Then define electron gain enthalpy. Electron gain enthalpy എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന enthalpy ചേഞ്ച്. Then electron gain enthalpy of chlorine is more negative than that of fluorine. ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞോളൂ എന്താണ് റീസൺ. Then which of the following represents the general outer electronic configuration of group 15 elements? Okay, group 15 elementsന്റെ ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ അവർക്ക് ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കാണും, 5 ഇലക്ട്രോൺസ് കാണും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5 ഇലക്ട്രോൺസ് ഔട്ടറിൽ വരുന്ന കോൺഫിഗറേഷൻ ഏതാ നോക്കുക. അതേതാണ്, NH2NP3 അല്ലേ, 2 + 3 5. ബാക്കി നോക്കിക്കേ, NH2 2 ഇലക്ട്രോൺസേ ഉള്ളൂ. NH2NP4 6 ഇലക്ട്രോൺസ് ഉണ്ട്. NH2NP6 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് 5 ഇലക്ട്രോൺസ് ഉള്ളത് മതി. Then explain the variation of atomic radius of elements as we move from top to bottom in a group. താഴോട്ട് പോകുന്ന ഒരു അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Then define electronegativity. Electronegativity എന്ന് വെച്ചാൽ എന്തായിരുന്നു, അതൊരു മെഷറബിൾ പ്രോപ്പർട്ടി അല്ല, അതൊരു ടെൻഡൻസി ആണ്, ഒരു ആറ്റത്തിന്റെ ടെൻഡൻസി ആണ്. എന്തിനുള്ള ടെൻഡൻസി, ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ഇറ്റ്സെൽഫ്. അവരിലേക്ക് ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുക. Then name any one scale to express the electronegativity of elements. Electronegativity എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്കെയിൽ എന്തായിരുന്നു, പോളിംഗ് സ്കെയിൽ. ഓക്കെ, which is the most electronegative element in the periodic table. ഏറ്റവും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളാരാ, ഫ്ലൂറിൻ. ഓക്കെ, പഠിച്ചാണ് നമ്മള്. Then state modern periodic law. പറയണ്ടല്ലോ, നമുക്ക് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. Then the most electronegative element ആരാണ്, ഫ്ലൂറിൻ. Then name a species that will be isoelectronic with the neon atom. ഓക്കെ, നിയോണുമായിട്ട് ഐസോ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ എന്താണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിയോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ് നമ്മൾ ആദ്യം എഴുതുക. നിയോണിന് 10 ആണ്. ഇതിൽ 10 ഇലക്ട്രോൺ വരുന്ന ആർക്കാണെന്ന് നോക്കിയാൽ മതിയല്ലോ. F- F എന്ന് പറയുമ്പോൾ 9 ആണ്. 9 + 1 10 ആണ്. ആർഗണ് എത്രയാണ്, 18 ആണ്. O2- ഓക്സിജന്റെ 8 ആണ്. Then 8 + 2 10 ആണ്. ഓക്കെ, ദെൻ സോഡിയത്തിന്റെ നമ്പർ എത്രയാണ്, 11 ആണ്. അപ്പൊ 2 പേർക്ക് ഉണ്ട്. ആർക്കൊക്കെയാണ്, F- നും O2- 2 പേർക്കും
ഐസോ ഇലക്ട്രോണിക് ആണ് നിയോൺ ആറ്റവുമായിട്ട്. ഓക്കെ, then account for the following. Atomic radius decreases from left to right in a period. ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുന്നതോറും അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അതിന്റെ റീസൺ എന്താണ്? then electron gain enthalpy of fluorine is less negative than that of chlorine. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ് കേട്ടോ, ആ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ കാര്യം. അത് പഠിച്ചു വെക്കുക. then IUPAC നെയിം 104ന്റെ IUPAC നെയിം എന്താ? 1 ആണ്, 0ക്ക് നിൽ എന്ന് പറയും, 4ന് ക്വാട്ട് എന്ന് പറയും. then ലാസ്റ്റ് IUM ആഡ് ചെയ്യുക. then which among the following? O2 മൈനസും ആയിട്ട് ഐസോ ഇലക്ട്രോൺ തൊട്ട് മുന്നേ കണ്ടതേ ഉള്ളൂ, O2 മൈനസും F മൈനസും അല്ലേ? then state modern periodic law. then how does atomic radius vary down a group? then what is ionization enthalpy? ionization enthalpy എന്ന് വെച്ചാൽ എന്താ? ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് സിസ്റ്റത്തിന്റെ അകത്തു നിന്നും ഔട്ടർ മോസ്റ്റിലുള്ള ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തോരം എനർജി കൊടുക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുക. It is the amount of heat energy required to remove an electron from the outermost shell of an isolated gaseous atom. Then first ionization enthalpy of nitrogen is greater than that of oxygen. Why? നോക്കിക്കോളൂ, ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൈട്രജന്റെയും ഓക്സിജന്റെയും ഫസ്റ്റ് എന്ത് ചെയ്യുക? അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നൈട്രജനിലെ 2s2 2p3 ആണ്. ദെൻ ഓക്സിജന്റെ കേസിലോ 2s2 2p4 ആണ്. അപ്പോ നൈട്രജന്റെ അകത്ത് നിന്ന് ഈ 2p3യിൽ നിന്നും ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യാൻ ഒത്തിരി എനർജി വേണം, ബിക്കോസ് ഇതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ്. അതൊരു റീസൺ. ഓക്സിജന്റെ കേസിലാണെങ്കിലോ ഇത് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് P3 ആകും, അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആകാൻ പറ്റും. സോ കുറച്ച് എനർജി കൊടുത്താൽ മതി, ഓക്സിജന്റെ അകത്ത് നിന്നും ആദ്യത്തെ ഇലക്ട്രോൺ എന്തായി പോകും? ഔട്ട് ആയി പൊക്കോളും. ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പിയുടെ കാര്യമാണ് പറയുന്നത്. ദെൻ അപ്പോ അതൊരു റീസൺ. ദെൻ നെക്സ്റ്റ് കേസിൽ ഈ 2p3യില് ഓരോ ഇലക്ട്രോണും ഓരോ സെപ്പറേറ്റ് ഓർബിറ്റലിലാണ്. എന്നാൽ 2p4ലാണെങ്കിലോ ഒരിടത്ത് തന്നെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ റിപ്പൾഷൻ എന്താണ്? കൂടുതലാണ്. അപ്പൊ റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും? ഇലക്ട്രോണെ ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ബിക്കോസ് ഓഫ് ദ സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ആണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, Na+ ഈസ് സ്മോളർ ഇൻ സൈസ് ദാൻ Na ആറ്റം. സോഡിയം ആറ്റത്തിനേക്കാളും, സോഡിയം പേരന്റ് ആണ്, പേരന്റിനേക്കാളും Na+ന്റെ സൈസ് കുറവാണ്. അതിന് കാരണം എന്താ? സോഡിയത്തിന്റെ അകത്ത് നിന്നും ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോഴല്ലേ Na+ ആയത്. സോഡിയത്തിന് 11 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇവർക്ക് 10 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോഡിയത്തിന് ന്യൂക്ലിയർ ചാർജ് 11 ആണ്, Na+ന് ന്യൂക്ലിയർ ചാർജ് 11 ആണ്. അപ്പൊ നോക്കിയേ, 10 ഇലക്ട്രോൺസിനെ ഹാൻഡിൽ ചെയ്യാൻ 11 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോ അവിടെ അത്രയും അട്രാക്ഷൻ കൂടുതലാണ് Na+ന്റെ കേസിൽ അല്ലെ? അതായത് ന്യൂക്ലിയർ ചാർജ് അവിടെ ഹൈ ആണ്, ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് ആണ് Na+ന്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവര് ഇലക്ട്രോണുമായിട്ട് അടുത്ത് നിൽക്കും, നല്ല ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് അടുത്ത് നിൽക്കും, അവരുടെ റേഡിയസ് കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P ഫോംസ് PCl5 while N cannot form NCl5. Pക്ക് PCl5 ഫോം ചെയ്യാൻ പറ്റും. അതിന് റീസൺ എന്താണ്? നമ്മൾ അനോമലസ് ബിഹേവിയർ പഠിച്ചു. സെക്കൻഡ് പീരീഡ്സിലുള്ളവർക്ക് എസും പിയും ഡിയും അവൈലബിൾ ആണ് ബോണ്ടിങ്ങിന്. സോ ദേ ക്യാൻ എക്സ്പാൻഡ് ദെയർ വാലൻസി, അവർക്ക് അവരുടെ വാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ തൊട്ട് മേളിലുള്ള ഫസ്റ്റ് ആയിട്ടുള്ള എന്നിന് എസും പിയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബോണ്ടിങ്ങിന് വേണ്ടി. അവർക്ക് എന്തില്ല? ഡി ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 4 എബവ് അവരുടെ വാലൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോ പി ഡ്യൂ ടു എന്താണ്? ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഇൻ നൈട്രജൻ. Then the electron gain enthalpy of chlorine is more negative than that of fluorine. Okay. The next question, IUPAC name of 109 and nil NEM. Electron gain enthalpy is an important periodic property. Define electron gain enthalpy. Then why is the electron gain enthalpy of fluorine less negative than that of chlorine? The next question, what is ionization enthalpy? First ionization enthalpy is of boron is less than that of beryllium. Okay, ബോറോണിന്റെ ബെറിലിയത്തിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ബോറോണിന്റെ 2s2 2p1 ആണ്. ഓക്കെ, ബെറിലിയത്തിനാണെങ്കിൽ 2s2 ആണ്. അപ്പൊ ഈ ബോറോണിൽ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാൽ മതി, കഴിഞ്ഞാൽ അവർ 2s2 എന്ന് പറഞ്ഞുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ എത്തും. അപ്പൊ കുറച്ച് എനർജി കൊടുത്താൽ മതി, ബോറോണിന്റെ അകത്തു നിന്ന് ഒരു ഇലക്ട്രോൺ പൊക്കോളും. എന്നാൽ ബെറിലിയത്തിൽ 2s2 ആയിട്ട് നിൽക്കുവാണ്, ഓൾറെഡി 2 ഇലക്ട്രോൺസ് വെച്ച് അവർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോണെ ലോസ് ചെയ്യാൻ അവർ ശ്രമിക്കുവോ? ഇല്ല. അപ്പൊ പറയേണ്ടത്, ആഫ്റ്റർ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ ഫ്രം ബോറോൺ ഇറ്റ് ഗെറ്റ്സ് എ സ്റ്റേബിൾ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ, സോ ഇറ്റ് റെഡിലി ലോസസ് 1 ഇലക്ട്രോൺ.
അതൊരു റീസൺ. ദെൻ സെക്കൻഡ് റീസൺ ഉണ്ട്, നമ്മളെ ബോറോന്റെ കേസിൽ പിക്ക് അത് നിന്നുമാണ് ഒരു ഇലക്ട്രോണെ കളയേണ്ടത്. പി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് അത്ര അടുത്തല്ല നിൽക്കുക, അപ്പൊ അവരെ നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. എന്നാൽ ബെറിലത്തിന്റെ അകത്ത് നിന്നും ഒരു ഇലക്ട്രോണെ കളയുക എന്ന് പറയുമ്പോൾ എസ്സിൽ നിന്ന് വേണം കളയാൻ. എസ് എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് പെനട്രേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ പെനട്രേഷൻ എഫക്ട് എസ്സിന് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഒത്തിരി എനർജി കൊടുത്താൽ അവരെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സെക്കൻഡ് റീസൺ. Then a cation is smaller than corresponding neutral atom while anion is larger. നമ്മള് ഒരു കാറ്റോൺ എടുക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞു സോഡിയം പ്ലസ് നോക്കുമ്പോൾ ആർക്കാണ് ഇതിൽ സൈസ് കുറവ്? സോഡിയത്തിനാണ് സൈസ് കുറവ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമ്മള് അതിന് റീസൺ നമ്മൾ പറഞ്ഞല്ലോ. ദെൻ ക്ലോറിനും Cl മൈനസും എടുക്കുക. ഇതിൽ സൈസ് കുറവ് ആർക്കാണ്? ക്ലോറിന് സൈസ് കുറവും Cl മൈനസിന് സൈസ് കൂടുതലുമാണ്. അതിന്റെ റീസൺ എന്താണ്? ക്ലോറിന്റെ നമ്പർ 17 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണവും 17 ആണ്, പ്രോട്ടോണിന്റെ എണ്ണവും 17 ആണ്. Cl മൈനസിന്റെ ആണെങ്കിൽ ഇലക്ട്രോൺ 18 ആണ്, ന്യൂക്ലിയർ ചാർജ് 17 ആണ്. അപ്പോ 18 ഇലക്ട്രോണെ ഹാൻഡിൽ ചെയ്യാൻ 17 ന്യൂട്രോണേ ഉള്ളൂ അല്ലെ? അപ്പോ അവർക്ക് അട്രാക്ഷൻ അങ്ങ് കുറയും. അപ്പൊ അട്രാക്ഷൻ കുറയുമ്പോ ന്യൂക്ലിയസും ഇലക്ട്രോൺ ഉള്ള അട്രാക്ഷൻ കുറയുമ്പോൾ അവിടെ എന്താണ്? സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഇവരുടെ റീസൺ. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നെയിമിങ് പഠിക്കുക. ഓക്കെ, ദെൻ ഓരോ സയന്റിസ്റ്റും പ്രപ്പോസ് ചെയ്ത ലോയ്, മെന്റലിവ്സിന്റെ ലോയും പഠിക്കണം, മോഡേൺ പീരിയോഡിക് ലോയും പഠിക്കണം. ദെൻ ഇതില് ഗ്രേറ്റർ ദാൻ 100 ഉള്ളവരുടെ നെയിമിങ് പഠിക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇതിന്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് പോർഷൻ എന്താണ്, ഏതെങ്കിലും ട്രാൻസിഷൻ എലമെന്റ്സിന്റെ 2 പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അറ്റോമിക് റേഡിയസ്, ദെൻ അയണൈസേഷൻ എൻതാൽപ്പി, ഇത് എന്താണെന്ന ഡെഫിനിഷനും അവരുടെ അനോമലസ് ബിഹേവിയേഴ്സ് കാണിക്കുന്ന കുറച്ച് എക്സെപ്ഷണൽ കേസ്, അതിന്റെ റീസൺസ് പഠിച്ചു വെക്കുക. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇത് എല്ലാത്തിനും നമ്മൾ എലോങ് ദ പീരിയഡ്, എലോങ് ദ ഗ്രൂപ്പ്, ആ ട്രെൻഡ് പഠിച്ചു വെക്കണം എല്ലാത്തിന്റെ കേസിൽ വിത്ത് റീസൺസ്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് കോവാലൻസി ചിലവർക്ക് ഗ്രേറ്റർ ദാൻ 4, ചിലവർക്ക് ലെസ് ദാൻ 4? ഓക്കെ, ആ റീസൺസ്. അതായത് അനോമലസ് ബിഹേവിയർ, സെക്കൻഡ് പീരിയഡ് എലമെന്റ്സിന് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാണ്, അതിന്റെ റീസൺസ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.